Dear students, we shall continue our discussions on human rights. നമ്മൾ ഈ വീഡിയോയിൽ ഹ്യൂമൻ റൈറ്റ്സ് നാഷണൽ പെർസ്പെക്റ്റീവ്, മനുഷ്യാവകാശങ്ങളുടെ ദേശീയ വീക്ഷണം, നമ്മുടെ ഇന്ത്യൻ ദേശീയതയുടെ കാഴ്ചപ്പാടിൽ മനുഷ്യാവകാശങ്ങളുടെ സ്ഥാനം എന്താണ്, ഇന്ത്യയും മനുഷ്യാവകാശങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്, നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനം മനുഷ്യാവകാശങ്ങൾ ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് ടോപ്പ് പ്രയോറിറ്റി ടു ഹ്യൂമൻ റൈറ്റ്സ്. ഇപ്പം മനുഷ്യാവകാശം ഏറ്റവും വലിയൊരു പ്രയോറിറ്റിയാണ് അല്ലെങ്കിൽ മുൻഗണനയാണ് നൽകുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ്സ് ലോ നമ്മളൊരു മൂന്നായിട്ട് തരംതിരിക്കാറുണ്ട്. ഒന്നാമത് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡ്ലി ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993, മൂന്നാമത് അതർ മെഷേഴ്സ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മുടെ ഇന്ത്യയിൽ ഈ മൂന്ന് കാറ്റഗറൈസേഷനിലാണ് മനുഷ്യാവകാശങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഭരണഘടനയിൽ മനുഷ്യാവകാശങ്ങളുടെ റോൾ എന്താണ്, സ്ഥാനം എന്താണ്? The Constitution of India is one of the most right-based constitution in the world. ലോകത്തിലെ രാജ്യങ്ങളെല്ലാം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ പൗരാവകാശങ്ങളിൽ അധിഷ്ഠിതമായ ഭരണഘടനകളിൽ ഒന്നാം സ്ഥാനം ഇന്ത്യൻ ഭരണഘടനയ്ക്കായിരിക്കും. India is one of the few countries that protect human rights through its constitution. ഭരണഘടനയിലൂടെ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്ന രാജ്യങ്ങളിൽ ലോകമെമ്പാട് നോക്കിക്കഴിഞ്ഞാൽ ചുരുക്കം ചില രാജ്യങ്ങളെ ഈ ഒരു സംവിധാനമുള്ളൂ. ഇന്ത്യ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. The Constitution was drafted around the same time when the Universal Declaration of Human Rights by the United Nations came into force in 1948. അപ്പം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 1948 ആ ഒരു അടുത്ത കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ ഡ്രാഫ്റ്റിങ്ങും അംഗീകാരവും ഒക്കെ നടക്കുന്നത്. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ദി സ്പിരിറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇസ് പ്രിയാമ്പിൾ. ഇപ്പം മനുഷ്യാവകാശത്തിൻ്റെ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിൻ്റെ ആത്മാവ് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ആമുഖത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രിയാമ്പിൾ. ആൻഡ് ദി സെക്ഷൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി. അതിന് പുറമെ എന്താ, മൗലിക അവകാശങ്ങളുടെയും അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ, ഈ രണ്ട് കാറ്റഗറിയിലും പെടുത്തി മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. The Constituent Assembly drafted the Indian Constitution and was adopted on 26 November 1949 and came into force on 26 January 1950. 1950 ജാനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. നമ്മളെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നതാണ് 1950. Then January 26 is an elaborate document comprising of 395 articles divided into 22 parts and 9 schedules. എന്താ, വളരെ വിശാലമായ ഒരു ഡോക്യുമെൻ്റാണ് നമ്മുടെ ഭരണഘടന. നമ്മൾ ആ ഒരു 2023 അതൊരു നോർമൽ സൈസിൽ പ്രിൻ്റ് ചെയ്യുകയാണ് എങ്കിൽ ഏകദേശം 448ഓളം പേജുകൾ വരും. നമുക്കെന്താ ഒരു നോർമൽ ഫോണ്ടിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അത്രമാത്രം വളരെ വിശാലമായ അല്ലെങ്കിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. നോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി വേൾഡ് ഈസ് വൈഡ് ആൻഡ് കോംപ്രിഹെൻസീവ് ആസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ മറ്റൊരു ഭരണഘടനയും ഇന്ത്യൻ ഭരണഘടന പോലെ എന്താ വിശാലതയും അതുപോലെ തന്നെ സമഗ്രവുമായിട്ടുള്ള ഒരു ഭരണഘടനയല്ല. ലോകത്തിലെ ഏറ്റവും വിശാലവും സമഗ്രവുമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന നമ്മുടെ ഭരണഘടനയാണ്. It has made elaborate provisions. വളരെ വിപുലമായ എന്താണ് പ്രൊവിഷൻസ് ഉണ്ട്, വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിബന്ധനകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിലേറ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഫ്രീഡംസ് ഇൻ ദി ചാപ്റ്റേഴ്സ് ഓഫ് പ്രിയാമ്പിൾ,
fundamental rights, directive principles of state policy and fundamental duties. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശാലമായിട്ട് വിപുലമായിട്ടുള്ള പ്രൊവിഷൻസ് പല പല ചാപ്റ്റേഴ്സിലായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. These provisions of the Constitution contain most of the important aspects of human rights and fundamental freedoms provided in the Charter of the United Nations and Universal Declaration of Human Rights 1948. എന്താ നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിലും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് പ്രൊവൈഡ് ദി ചാർട്ടർ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ ചാർട്ടറിലും യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുടെ എല്ലാ അന്തസത്തയും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒക്കെ ഒരു പാലനവുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഒക്കെ ആണെങ്കിലും ഇന്ത്യയുടെ സ്ഥാനം വളരെ പുറകിലാണ്. നമുക്കൊരു ഈ ഭരണഘടന തന്നെ എന്താ, ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 അത് 195 രാജ്യങ്ങളിൽ, UN അംഗത്വമുള്ള 195 രാജ്യങ്ങളിൽ 165 രാജ്യങ്ങൾ ഇത് അംഗീകരിച്ചതാണ്. ഇനി ഇങ്ങനെ അംഗീകരിച്ചതിൽ 67 രാജ്യങ്ങൾ അതിൻ്റെ സിഗ്നേച്ചറീസാണ്. ഈ സിഗ്നേച്ചറീസിൽ തന്നെ 5 രാജ്യങ്ങൾ അത് നടപ്പിലാക്കിയിട്ടില്ല. അപ്പം ഇതിൻ്റെ അകത്തൊരു 165 രാജ്യങ്ങൾ പാർട്ടിക്കാരായിട്ടുണ്ട്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് 67 രാജ്യങ്ങൾ ഒപ്പിട്ടാണ്, സിഗ്നേച്ചറീസാണ്. ഈ ഒപ്പിട്ടവർ തന്നെ പലരും പിന്നീട് അത് റാറ്റിഫൈ ചെയ്യുന്നതിൽ നിന്നും അംഗീകരിക്കുന്നതിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. കാരണം ഒരു ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ UN പല ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യാവകാശ ഇൻഡെക്സ് ഉണ്ട്, ഹങ്കർ ഇൻഡെക്സ് ഉണ്ട്, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് ഇൻഡെക്സ് ഉണ്ട്. ഇതിലൊക്കെ നമ്മുടെ സ്ഥാനം വളരെ മോശമാണ്. 140 വന്നിരിക്കുന്ന 94 അഡ്ഹറൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇനി ഹങ്കർ ഇൻഡെക്സ് ആണെങ്കിൽ 125 111. ഇപ്പം നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും നമ്മുടെ സ്ഥാനം വളരെ പുറകിലാണ്. ദെൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മൗലിക അവകാശങ്ങളും ഇന്ത്യയുടെ ഭരണഘടനയും. ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഡിഫൈൻഡ് ആസ് ദി ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്, അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഓൾ സിറ്റിസൺസ്. Then these rights defined in Part 3 of the Constitution are applied irrespective of race, place of birth, religion, caste, creed or gender. They are enforceable by the courts subject to specific restrictions. ഈ മൗലിക അവകാശങ്ങൾ അതെല്ലാ പൗരന്മാർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. These rights defined in Part 3 of the Constitution are applied in respective of race. ഓരോരുത്തരും എന്താ, അവരുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ എവിടെയാണ് ജനിച്ചത് ഇതൊന്നും ബാധകമല്ല. ജെൻഡർ, സ്ത്രീയോ പുരുഷനോ ഇതൊന്നും ബാധകമല്ല. ഇപ്പം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരേപോലെ ബാധകമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരേപോലെ അവകാശപ്പെടാവുന്ന അവകാശങ്ങളാണ് എന്താ മൗലിക അവകാശങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്കെന്താ കോടതിയുടെ സഹായത്തോടു കൂടി ഈ അവകാശങ്ങൾ നമുക്ക് നടപ്പിലാക്കിയെടുക്കുകയും ചെയ്യാം. The Constitution makers have laid down an elaborate list of human rights in the name of fundamental rights. The fundamental rights guaranteed in Part 3 of the Constitution of India are designed to ensure human rights. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3ാമത്തെ പാർട്ടിൽ Part 3 ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണത്? മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്. The fundamental rights of the Constitution of India is known as Magna Carta of the country. നമ്മുടെ രാജ്യത്തിൻ്റെ മാഗ്ന കാർട്ട ആയിട്ടാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾ അറിയപ്പെടുന്നത്. മാഗ്ന കാർട്ട എന്താ? മാഗ്ന കാർട്ട 1215 ഇംഗ്ലണ്ടിലെ കിങ് ജോൺ ഇംഗ്ലണ്ടിലെ പൗരന്മാരുമായിട്ട് വെച്ചു ഒരു ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റെസ്ട്രിക്റ്റ്, രാജാവിൻ്റെ അനിയന്ത്രിതമായ അവകാശങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി രാജാവും
ഇംഗ്ലണ്ടിലെ ജനങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാർ ഉടമ്പടിയാണ് മാഗ്ന കാർട്ട. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണെങ്കിൽ എന്താ പൗരന്മാരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടി ഒരു ഉടമ്പടിയിൽ ഭരണാധികാരിയും രാജ്യത്തെ ജനങ്ങളും തമ്മിൽ ഒപ്പുവെക്കുന്നത്. അപ്പം ഇതിൻ്റെ തീം എന്തെന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്, രാജാവിൻ്റെ അനിയന്ത്രിതമായ അവകാശങ്ങളെ നിയന്ത്രിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാഗ്ന കാർട്ട ഇംഗ്ലണ്ട് ഒപ്പുവെച്ചത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്താണ്? മാഗ്ന കാർട്ട ആയിട്ടാണ് അറിയപ്പെടുന്നത്. The fundamental rights of the Constitution of India is known as the Magna Carta of the country. The fundamental rights are mostly in accordance with the human rights enumerated in the Universal Declaration of Human Rights 1940 and International Covenant on Civil and Political Rights 1966. Fundamental rights of the Indian citizens are provided by the Constitution of India. നമ്മുടെ ഭരണഘടന തന്നെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നത്. Fundamental rights are protected under the Charter of Rights contained in Part 3, Article 12 to 35 of the Constitution of India. നമ്മുടെ മൗലിക അവകാശങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3-ൽ 12 തൊട്ട് 35 വരെ ആർട്ടിക്കിളുടെ ഉള്ളിൽ ഉൾപ്പെടുത്തിയത് ഉറപ്പാക്കിയിട്ടുണ്ട്. These fundamental rights are defined as the basic human freedom for a proper and harmonious development of personality of every Indian citizen. It guarantees that the residents of the land can lead a peaceful life as long as they inhabit the country. ഇവിടെ എന്താ ഈ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസും നിർദ്ദേശങ്ങളും ഒക്കെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ പൗരന്മാർക്ക് സമാധാനത്തോടുകൂടി ജീവിതം നയിക്കാനുള്ള ഒരു അധികാരം ഉറപ്പാക്കിയിട്ടുണ്ട്. Then these fundamental rights apply to all Indian citizens. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരേപോലെ ബാധകമാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. നമ്മുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ, ഈ ജാതിയും മതവും തമ്മിൽ വ്യത്യാസമുണ്ട്. കാസ്റ്റ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസും ഒക്യുപ്പേഷനുമാണ്. ചെയ്യുന്ന തൊഴിലും അതുപോലെ തന്നെ സമൂഹത്തിലെ സ്ഥാനവും അനുസരിച്ചാണ് നമ്മൾ കാസ്റ്റ് നിശ്ചയിക്കുന്നത്. അതേസമയം റിലീജിയൻ എന്താ? ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബിലീഫ്, ഹിന്ദു റിലീജിയൻ. അതേസമയം ഹിന്ദു റിലീജിയനിൽ തന്നെ എന്താ 100 കണക്കിന് കാസ്റ്റുകളും സബ് കാസ്റ്റുകളും ഉണ്ട്. അപ്പം ചെയ്യുന്ന തൊഴിൽ, സമൂഹത്തിലെ സ്ഥാനം. ഇപ്പം നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദീസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അപ്ലൈ ടു ഓൾ ഇന്ത്യൻ സിറ്റിസൺസ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. അതുപോലെ തന്നെ creed, color, sex, race or place of birth. They are also enforceable by the courts subject to certain restrictions. The fundamental rights recognized by the Indian Constitution are നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന 6 മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി അംഗീകരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും 6 റൈറ്റ്സ് ആണ് മൗലിക അവകാശങ്ങളായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്പർ 1 ഈസ് റൈറ്റ് ടു ഈക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം. ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാ പൗരന്മാർക്കും തുല്യത അവകാശപ്പെടാം, ഇറസ്പെക്റ്റീവ് ഓഫ് ദി റിലീജിയൻ, കാസ്റ്റ്, ക്രീഡ് എക്സെട്ര. ഭരണഘടന പറയുന്നത് എന്താ? ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എല്ലാ കാര്യങ്ങളിലും തുല്യാവകാശങ്ങളുണ്ട്. The right to equality includes equality before law, നിയമത്തിൻ്റെ മുമ്പിൽ ഉള്ള തുല്യത. Prohibition of discrimination on grounds of religion, race, caste, gender, place of birth and equality of opportunity. അവസരങ്ങൾ, തുല്യത. നമുക്ക് ഗവൺമെൻറ് ജോബിലാണെങ്കിൽ തുല്യതയാണ്, പക്ഷേ റിസർവേഷൻ വരുന്നുണ്ട് അവിടെ. ഉറപ്പ് നൽകുന്ന പല കാര്യങ്ങളിലും വീണ്ടും സബ്ജക്റ്റ് ടു സർട്ടൻ റെസ്ട്രിക്ഷൻസ് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എല്ലാ ജോലി ലഭിക്കുന്നതിനും തുല്യാവകാശമുണ്ട്, സബ്ജക്റ്റ് ടു ദി റിസർവേഷൻ ഓഫ് ദി കൺട്രി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ലഭിക്കാൻ തുല്യത ഭരണഘടന പറയുന്നുണ്ട്, പക്ഷെ അവിടെയെല്ലാം എന്താ? റിസർവേഷൻ വീണ്ടും വരും. ദെൻ സെക്കൻഡ്ലി റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. Cultural and educational rights are given to citizens of India to conserve their cultural practices and that they must have access to education. The right to freedom includes freedom of speech. നമുക്കെന്താ? നമ്മുടെ സംസാരിക്കാനുള്ള, കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അധികാരം.
Speech and expression. Then again, right to assembly, right to practice any profession, etc. സംഘം ചേരാനും അതുപോലെ തന്നെ ഏത് തൊഴിൽ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെയുള്ള അവകാശങ്ങൾ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ രണ്ടാമത്തെ ഒരു അവകാശമായിട്ട് പറയുന്നുണ്ട്, റൈറ്റ് ടു ഫ്രീഡം. ഇതും സബ്ജക്റ്റ് ടു സർട്ടൻ റെസ്ട്രിക്ഷൻസ്. ഇപ്പം നമുക്ക് റൈറ്റ് ടു അസംബ്ലി ഉണ്ട്, പക്ഷേ ചില ഏരിയയിൽ ഗവൺമെൻറ് 144 പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 4 പേരിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പാടില്ല, സംഘടിക്കാൻ പാടില്ല. എപ്പോൾ വേണമെങ്കിലും അസംബ്ലി ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, പ്രൊസഷൻസ് ക്യാൻ ബി ബ്ലോക്ക്ഡ്, നിരോധിക്കാം, പ്രൊഹിബിറ്റ് ചെയ്യുക. ഈ എല്ലാ അധികാരങ്ങളും സബ്ജക്റ്റ് ടു ദി റൂൾ ഓഫ് ദി ലോ. അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെൻറ്, ഭരണകൂടങ്ങൾ ഇമ്പോസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് എല്ലാം ബാധകമാണ്. ദെൻ അഗെയിൻ 3, റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഇഷ്ടമുള്ള മതത്തിൽ അംഗങ്ങളാകാനും മതം ഫോളോ ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുമുള്ള അധികാരം. ഭരണഘടന പറയുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ അംഗങ്ങളായി ചേരാം, നമുക്ക് ആ മതത്തിൽ ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാം. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ പോയി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിയമമൊന്നും ബാധകമായിരിക്കില്ല, ജയിലിൽ കിടക്കുകയും ഒരുപക്ഷെ ആൾക്കാർ തന്നെ ആദ്യം പൊതുജനം തന്നെ ആദ്യം കൈകാര്യം ചെയ്യും. പിന്നീട് നിയമം നമുക്കെതിരായിരിക്കും. പല സംസ്ഥാനങ്ങളിലും പ്രീച്ചിങ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഓർ ഇസ്ലാമിക് റിലീജിയൻ ഇതൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. കൗ സ്ലോട്ടർ, ഈ കൗ സ്ലോട്ടറിൻ്റെ പേരിൽ ചെയ്യുന്നത്, നിരപരാധികളെ പലപ്പോഴും നിരപരാധികൾക്കെതിരെ കേസെടുക്കുകയും അവരെ ഈവൻ കൊല്ലുകയും ചുട്ടുകൊല്ലുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് ഹരിയാനയിലൊക്കെ. അത് ചിലപ്പോൾ പലപ്പോഴും എതിരാളികളെ ചുട്ടുകൊല്ലാനുള്ള ഒരു കൗ സ്ലോട്ടർ നടക്കണമെന്നില്ല, ഗാങ് വാറിനൊരു ഷീൽഡ് കൊടുക്കുകയാണ് കൗ സ്ലോട്ടർ. ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഇൻക്ലൂഡ്സ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, പ്രചരണം, മതത്തിൻ്റെ പ്രചരണം. Then freedom to manage religious affairs, freedom from certain taxes and freedom from religious instructions in certain educational institutions. Right to freedom of religion. അതുപോലെ നമുക്ക് ഒരു റിലീജിയൻ ഫോളോ ചെയ്യാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം പോലെ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള അവകാശമുണ്ട്. Then the 5th one is cultural and educational rights. Cultural and educational rights preserve the right of any citizen to conserve their culture. ഓരോ പൗരന്മാർക്കും അവരുടെ ബേസിക് ആയിട്ടുള്ള സംസ്കാരം, കൾച്ചർ, അവരുടെ ഭാഷ, അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് സ്ഥാപിക്കുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനും ആ സ്ഥാപനങ്ങളിൽ അവിടെ വിശ്വാസം പഠിപ്പിക്കുന്നതിനും ഒക്കെയുള്ള റൈറ്റ് ഭരണഘടനയിൽ തന്നെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. cultural and educational rights, including minority rights. Then right to constitutional remedies. ഇതിന് നമ്മുടെ മൗലികാവകാശങ്ങൾ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ ഭരണഘടനയിൽ തന്നെ അതിൻ്റെ റെമഡീസ്, പരിഹാര മാർഗങ്ങളും തന്നിട്ടുണ്ട്. Right to constitutional remedies in the present for enforcement of fundamental rights. It empowers citizens to move to a court of law in case of any denial of the fundamental rights. ഭരണാധികാരികളോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പൗരന്മാരോ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള ഒരു റൈറ്റ് കൂടിയുണ്ട്. ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിലാണ് വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ദി കോൺസ്റ്റിറ്റ്യൂഷണൽ കോണ്ടെക്സ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മുടെ ഭരണഘടനയുടെ ഒരു അടിസ്ഥാനത്തിൽ നോക്കുകയാണ് എങ്കിൽ മനുഷ്യാവകാശങ്ങളുടെ സ്ഥാനം എന്താണ്? The Constitution of India is one of the most right-based constitution in the world. Right-based പൗരാവകാശങ്ങളിൽ അധിഷ്ഠിതമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ലോകത്തിലെ തന്നെ പൗരാവകാശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. It was drafted around the same time when the Universal Declaration of Human Rights by the United Nations came into force in 1948. 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UN മുന്നോട്ട് വയ്ക്കുന്നത്. അതേ അവസരത്തിൽ തന്നെയാണ് നമ്മുടെ ഭരണഘടനയും ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗേവ് പ്രൈമറി ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ റൈറ്റ്സ്. ദി ഡിമാൻഡ് ഫോർ എ ഡിക്ലറേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എറോസ് ഫ്രം ദി ഫോളോയിങ് ഫാക്ടേഴ്സ്.
ഡിക്ലറേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ നമ്പർ 1 എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ ഒരു ഡിമാൻഡ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി മുന്നോട്ട് വയ്ക്കപ്പെട്ടത്? നമ്പർ 1 ലാക്ക് ഓഫ് സിവിൽ ലിബർട്ടി ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് പൗരസ്വാതന്ത്ര്യം അത് നിഷേധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടെന്താണ് പൗരസ്വാതന്ത്ര്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്നുള്ളൊരു ഡിമാൻഡ് വന്നു. സെക്കൻഡ്ലി ഡിപ്ലോറബിൾ സോഷ്യൽ കണ്ടീഷൻസ് പർട്ടിക്കുലർലി അഫക്റ്റിംഗ് അൺടച്ചബിൾസ് ആൻഡ് വുമൺ. തൊട്ടുകൂടായ്മയും അതുപോലെ സ്ത്രീകൾ, ഇവരെല്ലാം വളരെ അഡ്വൈസ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കണക്കാക്കിയിരുന്നപ്പം ഡിപ്ലോറബിൾ സോഷ്യൽ കണ്ടീഷൻസ്, സാമൂഹിക നീതി അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഒരു ആറ്റിറ്റ്യൂഡ്, അത് അൺടച്ചബിൾസ് താഴ്ന്ന ജാതിക്കാരെ അൺടച്ചബിളായിട്ട് കണക്കാക്കുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് മുതിർന്ന ജാതിക്കാരുടെ അവർ നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ പാടില്ല, അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകാൻ പാടില്ല, ആരാധനാലയങ്ങളിൽ ചെല്ലാൻ പാടില്ല. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ വളരെ പ്രാകൃതമായ രീതിയിലാണ് അൺടച്ചബിലിറ്റി ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ചായക്കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഹോട്ടലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ അവർ ഗ്ലാസ്സിൽ അവർക്ക് ചായ കുടിക്കാൻ കൊടുക്കില്ല അൺടച്ചബിൾസിന്. ഏതെങ്കിലും സിങ്കിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്തി പോലെയുള്ളൊരു സംവിധാനം വെച്ച് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരിത് കയ്യിൽ സ്വീകരിച്ച് കുടിക്കണം. അപ്പം അതാണൊരു അൺടച്ചബിലിറ്റി. അതുപോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ല, സ്ത്രീകൾക്ക് അവകാശങ്ങളില്ല. ഇതൊക്കെയായിരുന്നു ഒരു 1947 മുമ്പുണ്ടായിരുന്നൊരവസ്ഥ. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻ, ലിംഗ്വിസ്റ്റിക് ആൻഡ് എത്നിക് ഗ്രൂപ്പ്സ്, ഭാഷാപരവും വംശീയവുമായ ഗ്രൂപ്പുകൾ എൻകറേജ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ബൈ ദി ബ്രിട്ടീഷേഴ്സ്. ഈ കാര്യങ്ങളെല്ലാം അവർ പരമാവധി ചൂഷണം ചെയ്തു. നമ്മുടെ ലിംഗ്വിസ്റ്റിക്കും റിലീജിയസ് ഡിഫറൻസസും എത്നിക് ഡിഫറൻസസും ഒക്കെ പരമാവധി ചൂഷണം ചെയ്ത് അവർ ഇന്ത്യക്കാരെ തമ്മിലടിപ്പിച്ച് അവരുടെ ഭരണം നിലനിർത്തുകയാണ് ചെയ്തത്. എക്സിസ്റ്റൻസ് ഓഫ് റിലീജിയൻ, ലിംഗ്വിസ്റ്റിക് ആൻഡ് എത്നിക് ഗ്രൂപ്പ്സ് എൻകറേജ്ഡ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ബൈ ദി ബ്രിട്ടീഷേഴ്സ്. നമ്മുടെ ഈ കാസ്റ്റും റിലീജിയനും ഒക്കെ കാസ്റ്റ് കാസ്റ്റ് നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസും ചെയ്യുന്ന തൊഴിലും, റിലീജിയനാണ് വിശ്വാസമാണ്. ദെൻ റിലീജിയൻ്റെ അകത്ത് വിശ്വാസം വരും, നമ്മുടെ ആചാരങ്ങൾ വരും, അതുപോലെ തന്നെ ആത്മീയത, ഇതെല്ലാം റിലീജിയൻ്റെ ഭാഗത്ത് വരുന്നതാണ്. റിലീജിയസ് ഗുരൂസ്. ദെൻ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ടെനൻസ് ബൈ ദി ലാൻഡ് ലോർഡ്സ്. അതുപോലെ ജന്മി കുടിയാൻ റിലേഷൻഷിപ്പ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നതാണ് ജന്മി കുടിയാൻ റിലേഷൻഷിപ്പ്. ഉടമകളും അവിടെ കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിക്ക് അവകാശമില്ല, കൃഷി ചെയ്യാം. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ലാഭത്തിൻ്റെ ഒരു വിഹിതം മുതലാളിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ജന്മിക്ക് കൊടുക്കുക. അപ്പം ജന്മി കുടിയാൻ റിലേഷൻഷിപ്പ്, ഇതെല്ലാമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ളൊരു വലിയ ഡിമാൻഡ് ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ എല്ലാം തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ came into force on 26 January 1950 with 395 articles and 8 schedules in one of the most elaborate fundamental laws ever adopted. Then the preamble to the constitution declares India as a sovereign, socialist, secular and democratic republic. പരമാധികാര രാജ്യമാണ്, സോവറിൻ രാജ്യമാണ്. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ളൊരു തുല്യത, സോഷ്യലിസ്റ്റ്, സെക്കുലർ, മതേതരത്വം, ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ദെൻ സോവറിനിറ്റി ഈസ് ദി ഫുൾ റൈറ്റ് ആൻഡ് പവർ ഓഫ് എ ഗവേണിംഗ് ബോഡി വിതൗട്ട് എനി ഇന്റർഫിയറൻസ് ഫ്രം ഔട്ട്സൈഡ് സോഴ്സസ് ഓഫ് ബോഡീസ്. ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ്. ഇന്ത്യയുടെ പരമാധികാരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ അധികാരത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് കൈകടത്താൻ പറ്റില്ല. ഇറ്റ്സ് എ സോവറിൻ കൺട്രി. സോവറിനിറ്റി. ദെൻ സെക്കുലറിസം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്ഥിതിസമത്വമാണ്. എല്ലാ ജനങ്ങളും തുല്യമായിട്ട് കണക്കാക്കപ്പെടും. ഈസ് എ പോപ്പുലിസ്റ്റ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ദി പബ്ലിക് ഓണർഷിപ്പ് ഓഫ് ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു ജനകീയമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്
പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് പബ്ലിക് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ഇന്ത്യ ഇപ്പോൾ വളരെ സാവധാനത്തിൽ ക്യാപിറ്റലിസ്റ്റ് മീൻസിലേക്ക് മാറുകയാണ്. സോഷ്യലിസ്റ്റ് പാറ്റേണൊക്കെ മാറി ഇപ്പം ക്യാപിറ്റലിസ്റ്റ് പാറ്റേണിലേക്ക് വന്നിരിക്കുന്നു. ദെൻ secularism is the social order which ensures and protects freedom of religious belief and practice of all citizens. Secularism, മതേതരത്വം. Then മതേതരത്വം പറഞ്ഞിട്ടുണ്ട്. Then the term democratic, ജനാധിപത്യം, denotes that the government rights gets its authority from the will of the people. It gives a feeling that they all are equal irrespective of race, religion, language, and sex and culture. The next is directive principles of state policy and human rights. മനുഷ്യാവകാശവും അതുപോലെ തന്നെ എന്താണ് നിർദ്ദേശക തത്വങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങൾ അത് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. The principles have been inspired by the directive principles given in the Constitution of Ireland, which are related to social justice, then economic welfare, foreign policy, and legal and administrative matters. നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രധാനമായിട്ടും അയർലൻഡിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രിൻസിപ്പിളിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ഒരു ആശയം ഉൾക്കൊണ്ടിരിക്കുന്നത്. Then these provisions are contained in Part 4, Article 36 to 51 of the Constitution of India and is duty of the state to apply these principles in making laws to establish a just society. എന്താ സാമൂഹ്യ നീതിയിൽ അടിസ്ഥാനമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഒക്കെ ബാധകമായിരിക്കും. The directive principles consist of the following guidelines. The state should strive to promote welfare of the people. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഭരണകൂടങ്ങൾ പരിശ്രമിക്കണം. It should maintain social order through social, economic, and political justice. The state should strive towards removing economic inequality. The directive principles cannot be enforced in a court of law. നമുക്കെന്താ ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ കോടതിയിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, കോടതി മുഖാന്തരം നടപ്പിലാക്കിയെടുക്കാൻ പറ്റില്ല. And the state cannot be sued for non-compliance of the same. ഇത് പാലിക്കുന്നില്ലെങ്കിൽ നമുക്കെന്താണ് രാജ്യത്തിനെതിരെ നമുക്കൊരു കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. The directive principles are divided into socialistic directives, Gandhian directives, liberal intellectual directives. അപ്പോൾ നമ്മൾ ഈ ഒരു 3 കാറ്റഗറിയിലേക്ക് ഇതിനെ തരംതിരിച്ച് വിട്ടിട്ടുണ്ട്. ഇതിനകത്ത് എന്താ സോഷ്യലിസ്റ്റിക് ഡയറക്റ്റീവ്സ് ആണ്. ദിസ് പാർട്ട് കണ്ടെയ്ൻസ് ദി ഡയറക്റ്റീവ്സ് ഓഫ് സെക്യൂറിംഗ് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. ഇപ്പം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് സോഷ്യലിസ്റ്റിക് ഡയറക്റ്റീവ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് യൂത്ത്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, എഡ്യൂക്കേഷൻ എക്സെട്ര. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗാന്ധിയൻ ഡയറക്റ്റീവ്സ് ആണ്. നമ്മുടെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശങ്ങൾ. These directives are guidelines for organizing village panchayat, prohibition of intoxicating drinks and cow slaughter, then securing living wage, decent standard of life, providing free and compulsory education to all children up to the age of 14, etc. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശങ്ങളാണ്. ഇതെല്ലാം മാർഗനിർദ്ദേശക തത്വങ്ങൾ മാത്രമാണ്, നടപ്പിലാക്കാൻ പറ്റില്ല. നടപ്പിലാക്കുന്നില്ല എങ്കിൽ നമുക്ക് കോടതി മുഖാന്തരം നടപ്പിലാക്കിയെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഈ പ്രൊഹിബിഷൻ, മദ്യനിരോധനം, അത് ഈ ഒരു ഗാന്ധിയൻ ഡയറക്റ്റീവ്സിൻ്റെ കീഴിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ പശുക്കളെ കൗ സ്ലോട്ടർ, ദെൻ വില്ലേജ് ലൈഫ്, ഗ്രാമങ്ങളിലെ ആളുകളുടെ ജീവിതം സുരക്ഷിതമാക്കുക, എൻഷുറിംഗ് ഡീസൻറ്റ് സ്റ്റാൻഡ്, ഇതെല്ലാം ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനമായിട്ടാണ് 14 വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, അത് ഗാന്ധിയൻ ഡയറക്റ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? ലിബറൽ ഇന്റലക്ച്വൽ ഡയറക്റ്റീവ്സ്. സോ ദീസ് ആർ ദി ഗൈഡ് ലൈൻസ് ഫോർ യൂണിഫോം സിവിൽ കോഡ്. നമുക്കൊരു UCC പറയുന്നുണ്ട്, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരേ വ്യക്തി നിയമങ്ങൾ അത് നടപ്പിലാക്കുക, യൂണിഫോം സിവിൽ കോഡ്.
ഇത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ നിലവിൽ എതിർപ്പുണ്ടാകുന്നു. യൂണിഫോം സിവിൽ കോഡ്. These directives are the guidelines for uniform civil code throughout the country and legislature for making laws. The fundamental rights, directive principles of state policy and fundamental duties are sections of the Constitution of India that prescribe the fundamental obligations of states to its citizens and the duties and rights of citizens to India. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രിൻസിപ്പിൾസിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലും എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താ? ഇന്ത്യയിലെ പൗരന്മാരോടുള്ള ഭരണകൂടങ്ങളുടെ ഒരു കടപ്പാടും പൗരന്മാരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസുമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു യൂണിഫോം സിവിൽ കോഡ്, അടുത്ത കാലത്ത് യൂണിഫോം സിവിൽ കോഡ് വീണ്ടും നടപ്പിലാക്കാൻ ഒരു നീക്കം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ നിലവിലുള്ള നിയമം വെച്ച് നമ്മുടെ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും അതുപോലെ മോട്ടോർ വാഹന നിയമങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. അതേസമയം മതത്തിൻ്റെയും അതുപോലെ കാസ്റ്റിൻ്റെയും ഓരോ സ്റ്റേറ്റിൻ്റെയും ജന്മസ്ഥലത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ വിവാഹമോചനം, അതുപോലെ സ്വത്തവകാശം, അതുപോലെ ദത്തെടുക്കാനുള്ള അവകാശം, വ്യക്തി നിയമങ്ങൾ അതെല്ലാം വ്യത്യസ്തമാണ്. ഇത് മാറ്റി ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരേപോലെയുള്ള വ്യക്തി നിയമങ്ങളും കൂടി നടപ്പിലാക്കാനുള്ള ഒരു നീക്കമാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഡിസ്കഷനോടെ അവസാനിപ്പിക്കുകയാണ്. വി ഷാൽ കണ്ടിന്യൂ ഡിസ്കഷൻ ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.